ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തി. ഇന്ന് ഒരു കോൺവെർസേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം, നീരജ്, നിർമ്മൽ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇത് റിപ്പോർട്ട് ചെയ്യാനായി പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. നീരജ് നിർമ്മലിനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഫാദർ? നിർമ്മൽ പറയുന്നു, മൈ ഫാദർ ഈസ് എ ടീച്ചർ. താഴെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഡ് നീരജ് ആസ്ക് നിർമ്മൽ? വാട്ട് ഡിഡ് നിർമ്മൽ സേ? നമുക്കിത് എങ്ങനെ ആൻസർ ചെയ്യാം? ഒന്നാമത്തെ ആളാരാ? നീരജ്. നീരജ് ആരോടാ ചോദിച്ചിരിക്കുന്ന? നിർമ്മലിനോട്. നമുക്കിതിനെ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ആദ്യം ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കൂ. എന്താ അത്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. WH ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ മെയിൻ വെർബ് ഏത് നോക്കൂ? ഡിഡ് ആസ്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ മെയിൻ വെർബ് റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? നീരജ് ആൻസർ ആണ്. ശ്രദ്ധിക്കൂ, നീരജ് ഡിഡ് ആസ്ക് എന്നാണ്. ആസ്ക്ഡ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. റിപ്പോർട്ടിംഗ് വെർബ് ഏതാ? ആസ്ക്ഡ്. നീരജ് ആസ്ക്ഡ്. നീരജ് ആരോടാ ചോദിച്ചത്? നിർമ്മലിനോടാണ്. അപ്പോൾ നമുക്ക് എഴുതാം നിർമ്മൽ. നീരജ് ആസ്ക്ഡ് നിർമ്മൽ. വളരെ എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. നീരജ് ആസ്ക്ഡ് നിർമ്മൽ. നിർമ്മലിനോട് നീരജ് ചോദിച്ചെന്താ? വാട്ട് ഈസ് യുവർ ഫാദർ? നമുക്ക് ഈ മെയിൻ വെർബ് കഴിഞ്ഞാൽ, റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞാൽ കണക്റ്റിംഗ് വേർഡ് വേണം ഈ സെന്റൻസിനെ ഇതിനോട് ചേർക്കണമെങ്കിൽ. ഇവിടുത്തെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അതിന് കാരണം ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ടും ഈ സെന്റൻസ് ആരംഭിച്ചത് ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് ഇവിടത്തെ കണക്റ്റിംഗ് വേർഡ് കൺജങ്ഷൻ വാട്ട് എന്ന് തന്നെ. അപ്പോൾ എന്തെഴുതും? വാട്ട്. ഇനി എന്താ എടുക്കേണ്ടത്? സബ്ജക്ട് യുവർ ഫാദർ എന്നാണ്. ഇവർ എന്നത് ആരോടാ ചോദിച്ചത്? നിർമ്മലിനോടാണ്. അതിനാൽ ഈ യുവർ എന്നത് എന്തായിട്ട് മാറും അറിയാമോ? ഹിസ് എന്ന് മാറണം. ഇവർ എന്തായിട്ട് മാറും? ഹിസ്. വാട്ട്? ഹിസ്. ഇനി എന്താ? അവന്റെ ആരാ? അച്ഛൻ. ഫാദർ. 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 ഇനി ഇവിടെ ഉള്ള എന്താ? ഈസ് എന്ന ഓക്സിലറി വെർബ്. ഈസിന്റെ ടെൻസ് എന്താ? പ്രസന്റ്. എന്നാൽ ഇവിടത്തെ മെയിൻ വെർബിന്റെ പ്രത്യേകത എന്താ? മെയിൻ വെർബ് എന്താണ്? പാസ്റ്റ്. മെയിൻ വെർബ് പാസ്റ്റ്. ഈ മെയിൻ വെർബ് പാസ്റ്റ് ആയതുകൊണ്ട് ഇവിടത്തെ ഈ വെർബിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റണം. വാട്ട് ഹിസ് ഫാദർ വാസ് എന്നാണ് ഇവിടത്തെ ആൻസർ. വാട്ട് ഈസ് ഫാദർ വാസ്. കാണാമല്ലോ. വാട്ട് ഈസ് ഫാദർ വാസ്. വാട്ട് ഈസ് ഫാദർ വാസ് എന്നാണ് ഇവിടത്തെ ഉത്തരം. അവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്തു വരുമ്പോൾ ഇത് ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ടതില്ല. അതാണ് എന്റെ പ്രത്യേകത. ഇനി എന്താ നിർമ്മൽ കൊടുക്കുന്ന മറുപടി? നിർമ്മൽ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് നിർമ്മൽ സേ എന്നാണ്. നമ്മൾ എങ്ങനെ ആൻസർ എഴുതുക? നിർമ്മൽ. എങ്ങനെ എഴുതണം? നിർമ്മൽ. നിർമ്മൽ. നിർമ്മൽ എന്താ പറഞ്ഞത്? ഡിഡ് സേ എന്നാണ്. ഡിഡ് സേ എന്നത് ആൻസർ ചെയ്യുമ്പോൾ സെഡ് എന്ന് പറയണം. ഡിഡ് പ്ലസ് സേ എന്തായിട്ട് മാറും? സെഡ്. നിർമ്മൽ സെഡ്. നിർമ്മൽ പറഞ്ഞതെന്താ? മൈ ഫാദർ ഈസ് എ ടീച്ചർ. ഈ സെന്റൻസ് നിങ്ങൾ ടൈപ്സ് ഓഫ് സെന്റൻസ് കേട്ടിട്ടുണ്ട്. അതിലൊന്ന് അസർട്ടീവ്. ഈ സെന്റൻസ് എന്താ? അസർട്ടീവ് സെന്റൻസ് ആണ്. അതിനാൽ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് എന്ന് ഉപയോഗിക്കണം. കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കണം ദാറ്റ്. അപ്പോൾ നിർമ്മൽ സെഡ് ദാറ്റ്. നിർമ്മൽ സെഡ് ദാറ്റ്. ഇനി എന്താ ഉള്ളത്? മൈ ഫാദർ. എന്റെ അച്ഛൻ. ആരുടെ അച്ഛൻ? നിർമ്മലിന്റെ അച്ഛൻ. നമ്മൾ എഴുതുമ്പോൾ മൈ എന്നത് എങ്ങനെ എഴുതണം? ഹിസ്. ഇനി എന്താ? ഫാദർ. ഹിസ് ഫാദർ. ഹിസ് ഫാദർ. അടുത്തെന്താ ഇവിടെ കിടക്കുന്നത്? ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. അതിന്റെ ടെൻസ് എന്താണ്? പ്രസന്റ് ആണ്. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? സെഡ് എന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് പാസ്റ്റ് ആണ്. അതിനാൽ ഇവിടുത്തെ ഈസ് എന്നത് വാസ് എന്ന് മാറണം. വാസ്. ആരാ? എ ടീച്ചർ. അതുപോലെ എഴുതുക എ ടീച്ചർ. മനസ്സിലാകുന്നുണ്ടല്ലോ? വാസ് എ ടീച്ചർ. ഇതാണ് അതിന്റെ ആൻസർ. അപ്പോ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ വരുമ്പോൾ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഈ ക്ലാസ് ആവർത്തിച്ച് കാണണം, അത് കേൾക്കണം, നന്നായി വർക്കൗട്ട് ചെയ്യണം. എല്ലാ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്കും സ്കൂൾ എക്സാമിനേഷനും
ഫുൾ മാർക്ക് വാങ്ങാൻ എൻ്റെ ഈ ചാനൽ കാണുന്ന ഏവർക്കും സാധ്യമാകും. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഗിവ് ലൈക്സ്. താങ്ക് യു.